ഗീതുവിൻ്റെയും ഗോവിന്ദൻ്റെയും ഇന്നത്തെ കഥയിലേക്ക് സ്വാഗതം. ഗീതു ഇങ്ങനെ അവിടെ നിന്ന് ഇറങ്ങി വരുമ്പോൾ നോക്കുമ്പോൾ രാധികമ്മ പതിയെ ചെന്ന് രഞ്ജുവിൻ്റെ റൂമിലേക്ക് കയറാൻ തുടങ്ങുന്നതാണ് കാണുന്നത്. അപ്പം അവരെന്തിനാണ് ആ റൂമിലേക്ക് പോയെന്നറിയാൻ വേണ്ടി ഗീതു പയ്യെ പുറത്ത് അവിടെ നിൽക്കുവാണ്. അതേസമയം ഗീതു ഇങ്ങനെ നിൽക്കുന്നത് രാധികാമ്മ കാണുന്നില്ല. അപ്പോൾ രാധികാമ്മ അവിടെ ചെന്ന് കഴിയുമ്പോഴത്തേക്കും രാധികാമ്മയോട് ചോദിക്കുന്നുണ്ട്, രഞ്ജു ചോദിക്കുന്നുണ്ട്. രഞ്ജു പാട്ടൊക്കെ കേട്ടുകൊണ്ടിരിക്കുമായിരുന്നു. അപ്പോൾ രാധികാമ്മ ചെന്ന് കഴിഞ്ഞപ്പോഴത്തേക്കും എങ്ങനെയുണ്ടായിരുന്നു ഇന്നലത്തെ ആ റൂമിൽ കിടന്നിട്ട്? അച്ഛൻ്റെ അമ്മയുടെയും പ്രേതം അല്ല ആത്മാവ് നിങ്ങൾക്ക് കൂട്ടായിട്ടുണ്ടായിരുന്നോ, ലോഹ്യത്തിലായിരുന്നോ എന്ന് ചോദിക്കുന്നു. അല്ല, നിങ്ങൾക്ക് അമ്മയായിട്ടാണല്ലോ പ്രശ്നം, അച്ഛൻ്റെ അടുത്ത് കുഴപ്പമില്ലല്ലോ എന്നിങ്ങനെ പറയുന്നുണ്ട്. രഞ്ജു വിജയലക്ഷ്മിയുടെ മോളാന്നുള്ള കാര്യം രാധികാമ്മയ്ക്ക് അറിയാം എന്ന് പറയുമ്പോൾ പറയും, അതിനെന്താ, അത് നിങ്ങൾക്ക് അറിയാമെന്നുള്ള കാര്യം എനിക്കും അറിയാമെന്നിങ്ങനെ പറയുന്നുണ്ട്. രഞ്ജു ഒരു കൂളായിട്ട് തന്നെയാണ് പറയുന്നത് വിജയലക്ഷ്മിയുടെ മോളാന്നുള്ള കാര്യവും. അതിനുശേഷം ചോദിക്കുന്നുണ്ട്, ഗീതുവിനറിയാമോ ഗോവിന്ദൻ്റെ അമ്മയാണ് വിജയലക്ഷ്മി എന്നറിയാവോ എന്ന് ചോദിക്കുന്നുണ്ട്. അപ്പോഴത്തേക്കും ഇങ്ങനെ ചോദിച്ചുകൊണ്ട് നിൽക്കുമ്പോൾ ഗീതു വിചാരിക്കുന്നുണ്ട് എന്തോ മുറിയിൽ ചെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പ്രശ്നമാവുമല്ലോ. അപ്പോൾ തന്നെ ഗീതു വേഗം റൂമിലേക്ക് കയറി ചെല്ലുവാണ്. അപ്പോഴത്തേക്കും ഗീതു ഇത് തന്നെയല്ലേ ഞാൻ നിങ്ങളോട് ചോദിച്ചുകൊണ്ടിരുന്നത്, വിജയലക്ഷ്മി തമ്മിലുള്ള ബന്ധം എന്താണെന്ന്. രഞ്ജുവിനറിയോ രഞ്ജു എന്ന് ചോദിക്കുന്നു. അപ്പോൾ രഞ്ജു പറഞ്ഞു എനിക്കറിയത്തില്ല എന്ന് രഞ്ജു പറയുന്നു. അപ്പോൾ ചോദിക്കുന്നു രാധികാമ്മയ്ക്ക് അറിയാമോ എന്ന് ചോദിച്ചപ്പോൾ രാധിക ഒന്നും മിണ്ടുന്നില്ല കേട്ടോ. ഇത് തന്നെയല്ലേ ഞാനിവിടെ എല്ലാവരോടും ചോദിച്ചുകൊണ്ടിരിക്കുന്നതെന്ന് പറഞ്ഞിട്ട് ഗീതു സംസാരിച്ചുകൊണ്ടിരിക്കുന്നതിൻ്റെ ഇടയ്ക്ക് കയറി സംസാരിക്കുന്നുണ്ട്. അപ്പോൾ പിന്നെ അത് ഗീതുവിന് ആ സത്യം അറിയില്ല എന്നുള്ള രീതിയിൽ തന്നെയാണ് ഗീതു അവിടെ സംസാരിക്കുന്നതൊക്കെ. എന്നിട്ട് ഗീതു പറയുന്നുണ്ടെങ്കിൽ വന്ന് രാധികാമ്മ വന്ന് എനിക്ക് കുറച്ച് കാര്യങ്ങൾ പറയാനുണ്ട് രാധികാമ്മയോടെന്ന് പറഞ്ഞ് പുറത്തേക്ക് കുറച്ച് വീഡിയോ കാണിച്ചു തരാനുണ്ടെന്ന് പറഞ്ഞിട്ട് രാധികാനെ കയ്യെ പിടിച്ച് വലിച്ചുകൊണ്ട് അങ്ങ് പോകും കേട്ടോ. എന്നിട്ട് പറയുന്നു ഗീതുവിൻ്റെ അടുത്ത് നിങ്ങൾ എന്തെങ്കിലും ആവശ്യമില്ലാതെ പറയുമോ എന്തെങ്കിലും ചെയ്തു കഴിഞ്ഞാൽ ഞാൻ ആ വീഡിയോ കാണിച്ചു കൊടുക്കും, കണ്ണേട്ടനെ കാണിച്ചു കൊടുക്കും. ഗീതു എങ്ങനെ രഞ്ജുവിൻ്റെ അസുഖത്തെക്കുറിച്ച് നിങ്ങളോ മറ്റാരെങ്കിലോ പറഞ്ഞ് രഞ്ജു ഇത് അറിഞ്ഞു കഴിഞ്ഞാൽ ഉറപ്പാണ് ഞാൻ ആ വീഡിയോ ഇങ്ങനെ എല്ലാവരെയും കാണിച്ചു കൊടുക്കുമെന്ന് പറഞ്ഞ് ഭീഷണിപ്പെടുത്തുകയാണ്. അപ്പോൾ ഇതൊക്കെ കേട്ടുകൊണ്ടാണ് വരുൺ അവിടെ നിൽക്കുന്നത്. വരുൺ അവിടത്തേക്ക് വേഗം ചോദിച്ചു അമ്മ എന്തിനാ അവളെ എങ്ങനെ പേടിക്കുന്നത്, അവൾ അങ്ങനെ പേടിച്ചെന്ന് എനിക്ക് നിന്നെ പേടിയൊന്നുമില്ല എന്ന് പറയും. ഇല്ല വരുണിന് പേടിയില്ലേന്ന് ചോദിക്കും. അപ്പോഴത്തേക്കും ഞാൻ വീഡിയോ കാണിച്ചു തരട്ടെ എന്ന് ചോദിക്കും. അത് കാണിച്ചു തരട്ടെ എന്ന് ചോദിക്കുമ്പോൾ വരുൺ വേണ്ട അത് കാണണ്ട എന്നുള്ള രീതിയിൽ പറയും. അപ്പോൾ രാധികാമ്മ പറയും എനിക്കത് കാണണമെന്ന് പറയും. അപ്പോൾ ഈ വരുണിൻ്റെ പതുങ്ങലൊക്കെ കണ്ടു കഴിഞ്ഞപ്പോൾ രാധികാമ്മയ്ക്ക് തോന്നി ഇവൻ എന്തൊക്കെയോ കാര്യമായിട്ട് എന്തോ പറഞ്ഞിട്ടുണ്ട്, അതുകൊണ്ടാണല്ലോ വരുൺ അവിടെ നിന്ന് പതുങ്ങുന്നത്. എന്നാൽ ശരി, ഇനി ഈ ഇതിനെക്കുറിച്ച് ആരെങ്കിലും ഇവിടെ പറയുമോ എന്തെങ്കിലും ചെയ്ത് കഴിഞ്ഞാൽ ഈ വീഡിയോ ഞാൻ കണ്ണേട്ടന് കൊടുക്കുമല്ല, ഞാൻ സോഷ്യൽ മീഡിയയിലിടും, ഇങ്ങനെ എല്ലാവരും ഇത് കാണുമെന്നൊക്കെ പറയുന്നുണ്ട്. അങ്ങനെ വരുണും അങ്ങനെ ഗീതു പറയുന്നതൊക്കെ കേട്ട് അനുസരിച്ച് അങ്ങനെ നിൽക്കുന്നതാണ് കാണിക്കുന്നത്. കാരണം അല്ലെങ്കിൽ അതെന്താണേലും എല്ലാവരും അറിഞ്ഞു കഴിഞ്ഞാൽ വരുൺ പറഞ്ഞത് മനസ്സിലാവുമല്ലോ എല്ലാവർക്കും. അതിനുശേഷം ഗീതു അവിടെ നിന്ന് അങ്ങോട്ട് പോയിട്ട് ഇങ്ങനെ ഗോവിന്ദൻ്റെ അടുത്ത് സംസാരിച്ചുകൊണ്ടിരിക്കുന്നതൊക്കെയാണ് കാണിക്കുന്നത്. ഗീതു പുറത്തേക്ക് പോകാൻ വേണ്ടി ഇങ്ങനെ അപ്പോൾ ആക്റ്റീവ് എടുക്കുവാണ്. അപ്പം ഗോവിന്ദ് പറയുന്നുണ്ട് ആക്റ്റീവ് വേണ്ട, ഞാൻ നിന്നെ കാറിൽ കൊണ്ടുവിടാമെന്ന് പറഞ്ഞു. ഗീതു ഹോസ്പിറ്റലിൽ പോകാൻ തുടങ്ങുന്നതാണ്. പക്ഷേ വേണ്ട ഞാൻ അപ്പോൾ പറയും ഇല്ല കാറ് കിട്ടിയിട്ടില്ലല്ലോ പിന്നെ എങ്ങനെ പോകാൻ, അത് സാരമില്ല ഞാൻ കൊണ്ടുവിടാം എന്ന് ഗോവിന്ദ് ഇപ്പോൾ പറയുമ്പോഴത്തേക്കും ഗീതു പറയും വേണ്ട ഞാൻ ഈ ആക്റ്റീവെ തന്നെ പൊക്കോളാം, വേണ്ട ചേതൻ ഗ്രൂപ്പിൻ്റെ ആൾക്കാർ എന്നെ ഒരു ചേതൻ ഗ്രൂപ്പിൻ്റെ ആൾക്കാർ ഒന്നും ചെയ്യത്തില്ല എന്ന് പറയുന്നു. അപ്പോഴത്തേക്കും എന്നാലും വേണ്ട ഗോവിന്ദ് കൊണ്ടുവിടാം, വേണ്ടെന്നേ പേടിക്കണ്ട ഞാൻ പോയിട്ട് ഇങ്ങോട്ട് തന്നെ വരുമെന്ന് പറഞ്ഞിട്ട് ഗീതു പോകാൻ വേണ്ടി ഇങ്ങനെ തുടങ്ങും കേട്ടോ. അതേസമയമാണ് രാധികാമ്മയ്ക്കൊരു കോള് വരുന്നത്. ഞാൻ അനാർക്കലിയാന്ന് പറയും. അത് കേൾക്കുമ്പോൾ തന്നെ രാധികയ്ക്ക് ഞെട്ടലാണ്. രാധിക ഒന്നും മിണ്ടാകുമ്പോഴത്തേക്കും പറയും ഇന്ന് എനിക്ക് നിങ്ങളുടെ അടുത്ത് മീറ്റ് ചെയ്യണമെന്ന് ഈ അനാർക്കലി രാധികയോട് പറയും. രാധിക പറയും ഞാൻ വരത്തൊന്നുമില്ല, എനിക്ക് നിങ്ങളെ ഇങ്ങനെ ജയിലിൽ വന്ന് അങ്ങനെ ഉള്ളവരെ കാണേണ്ട ആവശ്യമൊന്നും എനിക്കില്ല എന്ന് പറയും. അപ്പോഴത്തേക്ക് അനാർക്കലി പറയും ഇന്ന് 9 മണിക്ക് മുന്നേ നിങ്ങൾ ഇവിടെ ഒരു അപ്പോയിൻമെൻറ്റ് എടുത്തിരിക്കണം, ഇവിടെ ജയിൽ വാർഡൻ സൂപ്രണ്ടിനെ വിളിച്ചും പറയണം, ഇല്ലെങ്കിൽ നിങ്ങൾ എന്നെ മീറ്റ് ചെയ്തില്ലേ അത് ഞാൻ ബാക്കി നിങ്ങൾക്ക് കാണിച്ചു തരാമെന്നുള്ള രീതിയിൽ ഒരു ഭീഷണിപ്പെടുത്തിയ ഒരു സ്വരത്തിൽ പറയുന്നുണ്ട്. അങ്ങനെ രാധിക ഒന്നും മിണ്ടാൻ നിൽക്കുക. എന്നിട്ട് പറയും നിങ്ങളെ കാണാൻ ഞാൻ വരത്തില്ല എന്ന് പറയും നിങ്ങൾ എന്നേക്കാളും വലിയ തെറ്റ് ഇങ്ങനെ ചെയ്തവരാണ്, നിങ്ങൾക്ക് വേണ്ടിയാണ് ഞാൻ ഈ അനുഭവിച്ചത്, അതുകൊണ്ട് ഞാൻ ഈ ഇറങ്ങുന്ന ദിവസം നിങ്ങളെ എനിക്ക് മീറ്റ് ചെയ്യണം, ഇല്ലെങ്കിൽ നിങ്ങൾ അതിൻ്റെ ബാക്കി നിങ്ങൾ അനുഭവിക്കേണ്ടി വരും എന്ന രീതിയിൽ തന്നെ ഒരു ഭീഷണിപ്പെടുത്തിയിട്ടാണ് പറയുന്നത്. എന്നിട്ട് അവർ ഫോൺ വയ്ക്കുവാണ്. ഇത് ഹോസ്പിറ്റലാണ് കാണിക്കുന്നത്. ഭദ്രനും വിനോദും കൂടിയാണ് ഇങ്ങനെ അവിടെ ഹോസ്പിറ്റലിൽ നിൽക്കും. അപ്പോഴത്തേക്കും ഭദ്രൻ ഒരുപാട് കുടിച്ചിട്ടൊക്കെ നടക്കുവാണ്. അപ്പോഴത്തേക്കും ഭദ്രൻ്റെ അടുത്ത് വിനോദ് ചോദിക്കുന്നത് എന്താ ഇങ്ങനെയൊക്കെ നടക്കണം, അമ്മയ്ക്ക് ഇത്ര വയ്യാതിരിക്കുമ്പോഴെന്ന് ചോദിക്കും. അപ്പോൾ പറയും ഇത്ര പൈസയൊക്കെ ചിലവായില്ല, ഞാൻ എൻ്റെ ഇത്ര വിഷമം കൊണ്ടാന്നൊക്കെ പറഞ്ഞിട്ട് ഭദ്രൻ പറയും. എന്നിട്ട് പറയുന്നുണ്ട് അതിന് അവൾ രക്ഷപ്പെടാനൊന്നും പോകത്തില്ലെന്നീ, ഇത് ഈ അസുഖമൊക്കെ വന്നവർ പോക്കാം,
പിന്നെ അല്ലെങ്കിൽ വല്ല മിറാക്കിളും നടക്കണം. അത് വല്ല നായികമാർക്കൊക്കെ സിനിമയിലും സീരിയലിലും ഒക്കെ നായികമാർക്കൊക്കെ അങ്ങനെ ഒരു മിറാക്കിളൊക്കെ സംഭവിക്കത്തുള്ളൂ. ഇവൾ സഹനടി, ഇവളൊക്കെ പോക്കാന്ന് പറഞ്ഞിട്ട് ഭദ്രൻ ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുക. ഇതൊക്കെ കേട്ടിട്ട് വിനോദിന് ഇഷ്ടപ്പെടുന്നൊന്നുമില്ല. പക്ഷേ വിനോദിൻ്റെ അടുത്ത് ഇങ്ങനെ പറയുന്നുണ്ട്, ഭദ്രന് വിലാസിനോടൊരു സ്നേഹമൊന്നും ഇല്ല ഇങ്ങനെ. എന്നിട്ട് ഒരു ഫോൺ ബെല്ലടിക്കുന്നുണ്ട്, കോൾ എടുക്കുന്നില്ല. അതിനുശേഷം വന്നിട്ട് വിനോദിൻ്റെ അടുത്ത് പറയുക, എന്ത് പൈസയൊക്കെ ആകും. അപ്പോൾ ഇതെല്ലാം ഗോവിന്ദല്ലേ ഗോവിന്ദേട്ടനല്ലേ ചിലവാക്കുന്നതെന്ന് പറയും. ഗോവിന്ദ ചിലവാക്കുന്നെങ്കിൽ ഇതൊക്കെ നിൻ്റെ പത്തിൽ നിന്ന് പിടിക്കും, അതെന്താ ശമ്പളത്തിൽ നിന്ന് പിടിക്കും. എന്തായാലും ഞാനതിനൊന്നും സമ്മതിക്കത്തില്ല എന്നൊക്കെ പറഞ്ഞിട്ട് ഭദ്രൻ പറയുകയാണ്. ഈ പേരില്ലേ ഞാൻ അന്നേരം വിനോദ് പറയും, അതെന്താ കോൾ എടുക്കാതെ തന്നെ ആരെങ്കിലും പൈസ തരാൻ വല്ലതും ആയിരിക്കും എന്ന് പറയും. അതിലും പറയും, ഈ പേരിൽ ഞാൻ കുറച്ച് പൈസ മേടിച്ചിട്ടുണ്ട്, എനിക്ക് ചോദിച്ചിട്ടുണ്ട്, ഇനിയിപ്പോൾ എനിക്ക് അങ്ങനെ കുറച്ച് പൈസ കിട്ടാനുണ്ടെന്നൊക്കെ പറയുന്നു. ഈ പേരിൽ മറ്റുള്ളവരുടെ അടുത്തു നിന്ന് കുറച്ച് പൈസ ഉണ്ടാക്കാൻ വേണ്ടിയുള്ള ആലോചനയിലാണ് ഭദ്രൻ. കാരണം വിലാസിനിക്ക് അസുഖമാണല്ലോ, വിലാസിനിയുടെ പേരും പറഞ്ഞ് കുറച്ച് പൈസ എല്ലാവരോടും ചോദിക്കാൻ വേണ്ടിയാണ് ഭദ്രൻ ഇങ്ങനെ ആലോചിച്ചിരിക്കുന്നത്. അതേസമയം പിന്നെയും കോൾ അടിക്കുക. അങ്ങനെ ഭദ്രൻ കോൾ എടുക്കുമ്പോൾ പറയുന്നുണ്ട്, ഹലോ എന്ന് നോക്കുമ്പോൾ പറയുന്നുണ്ട്, ഞാൻ അനാർക്കലി എന്ന് പറയും. ഈ പേര് ആര് എന്ന് പിന്നെയും ചോദിക്കും. അവൻ പറയും അനാർക്കലി എന്ന് പറയും. അവ കേൾക്കുമ്പോഴത്തേക്കും ഭദ്രന് ചേട്ടില്ല, നീ എന്തിനാ എൻ്റെ ഫോണിലേക്ക് വിളിക്കുന്നത്? പണ്ടത്തെ പ്രതാപമൊന്നും എനിക്കില്ല, ഞാനിപ്പോൾ പണ്ടത്തേക്കായി ദാരിദ്ര്യമാണ്, എനിക്ക് നിങ്ങളെ മീറ്റ് ചെയ്യണമെന്ന് പറയും. ഞാൻ ഇപ്പോൾ മീറ്റ് ചെയ്യേണ്ട സമയമൊക്കെ പറയും, ഇങ്ങനെ വരണമെന്നൊക്കെ പറയും, ഇങ്ങനെ മീറ്റ് ചെയ്യണമെന്ന് പറയുന്നുണ്ട്. അപ്പോഴത്തേക്കും ഭദ്രന് പേടിയാകുന്നുണ്ട്. ഈ അനാർക്കലിയുടെ സൗണ്ട് കേട്ടിട്ട് ഭയങ്കരമായിട്ട് ടെൻഷനാകോട്ട്, പേടിയായിട്ട് അങ്ങോട്ട് സംസാരിക്കാൻ പോലും ഭദ്രന് പറ്റുന്നില്ല. ഭദ്രൻ നിന്ന് വിറയ്ക്കുവാണ് ഈ അനാർക്കലിയുടെ സൗണ്ടൊക്കെ കേൾക്കുമ്പോഴത്തേക്കും. എന്നിട്ട് പറയുന്നുണ്ട്, ഞാൻ വിളിക്കേണ്ട 2 പേരിൽ ഒരാൾ നിങ്ങളെ എനിക്ക് കണ്ടിരിക്കണം, ഇവിടെ നിന്ന് ഇറങ്ങുന്ന നിമിഷം എനിക്ക് കണ്ടിരിക്കണം എന്ന് പറയുന്നുണ്ട്. അങ്ങനെ എന്താണേലും അനാർക്കലിനെ കാണണം, ഭദ്രൻ കാണണം എന്ന് തന്നെയാണ് പറയുന്നത്. രാധികയെ കണ്ടാൽ പോരെ, അങ്ങനെ ആ ഒരു രീതിയിൽ ചോദിക്കുന്നുണ്ട്. അപ്പോൾ പറയും, രാധിക മാത്രമല്ല നിങ്ങളെ എനിക്ക് കാണണം, നിങ്ങൾ 2 പേരാണ് എൻ്റെ ജീവിതത്തിൽ, ഇങ്ങനെ ഇപ്പോൾ ഇതൊക്കെ നിങ്ങളും കൂടെ കൂടിയിട്ടാണ് ഇതൊക്കെ ചെയ്തതെന്നുള്ള രീതിയിൽ ഇങ്ങനെ സംസാരിക്കുന്നുണ്ട്. അപ്പം വലിയൊരു ട്വിസ്റ്റ് അറിയാനുണ്ട് ഈ കഥയിൽ. അപ്പം ബാക്കി കഥയുമായി നമുക്ക് നാളെ കാണാം.